ഇന്ത്യ കണ്ട, കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്ന്, കേരളീയർക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദുരന്തം സമ്മാനിച്ച ആ മാസവും ആ നാടും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. വയനാട് ദുരന്തം, വയനാട് പ്രകൃതി ദുരന്തം. ഇന്ന് വയനാട്ടിലെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ആർക്കെങ്കിലും എന്തെങ്കിലും ചിന്തയുണ്ടോ? എന്ത് പറയുന്നു പൗർണമി ഇതിനെക്കുറിച്ച്? ഇപ്പം ഏറ്റവും റീസെന്റ് വന്നൊരു വാർത്ത അതാണ് ചോദിക്കാൻ കാര്യം. അതായത് മരിച്ചവരുടെ, അതായത് കാണാതായവരെ മരിച്ചവരായി പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നഷ്ടപരിഹാരവും അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ അവരുടെ ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ കൊടുക്കാനുള്ള ഒരു ഉത്തരവ് വേണമെന്ന് കളക്ടറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പം എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒന്നും ഇനി ഇല്ല അല്ലേ. അതായത് നമ്മൾ 2024 ജൂലൈ മാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ അവസാനം ജൂലൈ 30-നാണ് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകുന്നത്. ആ വാർത്തകൾ അറിയുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം ഇങ്ങനെ ഒരു ദുരന്തം ആരും പ്രതീക്ഷിച്ചില്ല. ഇത് ഇത്രയും ഭയാനകമായി, ഇത്രയും ഭീതി പടർത്തുന്ന, അല്ലെങ്കിൽ ഇത്രയും മനുഷ്യ ജീവനുകൾ നഷ്ടമാകാൻ പോകുന്ന ഒരു ദുരന്തമായിരുന്നു എന്ന്, അല്ലെങ്കിൽ അത്രയും വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചതെന്ന് ആ ഒരു സമയത്ത് നമ്മൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. പക്ഷെ പോകെ പിന്നീട് നടന്ന് നമ്മൾ കേൾക്കുന്നവരെ പോലും, അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത്, ആ ഒരു സമയത്ത് നമ്മളെല്ലാവരും മരവിച്ചിരുന്ന, അല്ലെങ്കിൽ കേരളക്കരയെ ഒന്നാകെ, അല്ലെങ്കിൽ ഏതൊക്കെ മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാവരും ഒന്നടങ്കം പ്രാർത്ഥനയോടെ കാത്തിരുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു ആ കടന്നു പോയിക്കൊണ്ടിരുന്നത് അല്ലേ. ഇപ്പൊ പൗർണമി പറഞ്ഞ പോലെ നമ്മളെല്ലാം ആ സമയത്ത് സോഷ്യൽ മീഡിയ ആവട്ടെ, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളാവട്ടെ, സാംസ്കാരിക നായകന്മാർ, ചലച്ചിത്ര താരങ്ങൾ, പൊളിറ്റീഷ്യൻസ്, അങ്ങനെയുള്ള എല്ലാ മുഖ്യധാരമായുള്ള ആൾക്കാരും മാധ്യമങ്ങളും എല്ലാം തന്നെ വയനാട്ടിലേക്ക് ദുരന്ത നിവാരണത്തിനായിട്ട് ഓടിയെത്തുകയുണ്ടായി. ഒരുപാട് പേര് ദുരന്ത മേഖലയിൽ വർക്ക് ചെയ്തു. ഒരുപാട് പേർക്ക് പുനരധിവാസങ്ങൾ, പാക്കേജുകൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു. പക്ഷേ ഇതൊക്കെ ഇപ്പോഴും കടലാസിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നഗ്നസത്യം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ വന്നു, അവിടെ 300 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്നും ഞാൻ ആ TV ഓഡിയോ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, അവിടെ ഒരു സ്ത്രീ അന്ന് പത്രവാർത്തകളിലൊക്കെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരുന്ന കാര്യമാണ്, ലാലേട്ട നിങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ട് പോകും, പക്ഷേ ഞങ്ങൾക്ക് മാത്രമാണെന്ന് വെച്ചാൽ നിങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ ഞങ്ങളെ മറക്കും. അപ്പോൾ ലാലേട്ടൻ അവർ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞില്ല, ഒരിക്കലും ഇല്ല, നിങ്ങളെ ഒന്ന് ഞങ്ങൾ പുനരധിവസിപ്പിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ വിശ്രമിക്കുകയുള്ളൂ എന്ന ധ്വനിയിൽ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്നും അവർ പറഞ്ഞ ആ ഒരു സ്ത്രീ, വയനാട്ടിലെ അതിജീവിത പറഞ്ഞ ആ ഒരു വേർഡ് ഇന്നും ചിത്രം പതിപ്പിച്ച പോലെ കിടക്കുകയാണ്. ഇന്നും അവരുടെ ആ ദുരന്തത്തിന് ഒരു അറുതിയും ഉണ്ടായിട്ടില്ല. ആർക്കൊക്കെ വീട് കിട്ടി, ആർക്കൊക്കെ എന്ത് കിട്ടി, അവിടെ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ്. ഇന്നിപ്പോൾ അവസാനത്തെ നഷ്ടം, അവസാനത്തെ ആണി കുരിശിൽ അല്ലെങ്കിൽ ശവപ്പെട്ടിയിൽ അവസാനത്തെ ആണി എന്ന നിലയിലാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ വാർത്ത. ഏകദേശം 32, 40 അല്ലെങ്കിൽ 40ഓളം അല്ലെങ്കിൽ 50-ൽ താഴെയുള്ള ആളുകളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. അത് മനുഷ്യജീവനുകളാണ്, അല്ലെങ്കിൽ മനുഷ്യന്മാരെ അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നാട് വിട്ടു പോകാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ ബന്ധുമിത്രാദികളുണ്ട്, പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും ഒരിക്കൽ എപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ. അതൊരു പ്രതീക്ഷ മാത്രമാണ് അവർക്ക്. അന്ത്യകർമ്മങ്ങൾ ചെയ്യാനെങ്കിലും ഈ പറയുന്ന പോലെ എന്തെങ്കിലും കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കാൻ പോലും ഒന്ന് നേടിക്കൊടുക്കാൻ നമ്മുടെ സർക്കാരിനായല്ലോ എന്ന് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. ഇത്രയൊക്കെ ഘോരം പ്രസംഗിച്ചിട്ടും വാഗ്ദാനങ്ങളിൽ മാത്രം, ഇനിയും ഒരു ദുരന്തങ്ങൾ ഉണ്ടായാലും ഈ എല്ലാ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുക്കിക്കൊള്ളുന്ന ഒരു ഗവൺമെന്റ് ആയി പോയല്ലോ നമ്മളുടേത്. ഞാൻ ഗവൺമെന്റിനെ മാത്രം കുറ്റം പറയുകയില്ല, പക്ഷേ നമ്മൾ എല്ലാവരും അഹോരാത്രം പ്രയത്നിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ 2018-ൽ ഒരുപാട് ആൾക്കാരെ രക്ഷിച്ച, അല്ലെങ്കിൽ നമ്മുടെ മാത്രം ആ ഒരു ഒരുമ കൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ അന്ന് പ്രളയത്തിൽ ഒരുപാട് ആൾക്കാരുടെ ജീവൻ നഷ്ടമാകാതിരുന്നത്, 2018 പ്രളയം. പക്ഷെ ആ ഒരു ഒത്തൊരുമ ഇവിടെ കാണിച്ചോ എന്ന് എനിക്ക് സംശയമാണ്. എന്തുകൊണ്ടോ വയനാട്ടിലെ ജനങ്ങൾ ഇന്നും ദുരിതം അനുഭവിക്കുന്നു. അതിൽ 1-2 പേർക്ക്, എനിക്ക് തോന്നുന്നു ശ്രുതിയുടെ ഫാമിലി നഷ്ടപ്പെടുന്നു. അതുപോലെ ശ്രുതിയെ കല്യാണം കഴിക്കാനിരുന്ന പിന്നീട് കഴിക്കാനിരുന്ന, മാത്രമല്ല കളിക്കൂട്ടുകാരൻ കൂടെ ആയിരുന്നല്ലോ, നേരത്തെ തൊട്ട് അറിയാവുന്നവരാണ്. അദ്ദേഹം പിന്നീട് ഒരു ആക്സിഡന്റിൽ മരണപ്പെടുന്നു. ആകെ ഉണ്ടായിരുന്ന അത്താണി കൂടെ നഷ്ടപ്പെട്ടുകൊണ്ട് സർക്കാർ അവർക്ക് ഗവൺമെന്റ് ജോലി നൽകി, ആൾക്കാരുടെയൊക്കെ കണ്ണിലൊക്കെ പൊടിയിട്ടുകൊണ്ട് ഒരു ഗവൺമെന്റ് ജോലി നൽകുന്നു. അതുമാത്രമല്ല, ശ്രുതി മാത്രമല്ല അവിടുത്തെ അതിജീവിത എന്ന് പറയുന്നത്, ഒരുപാട് ശ്രുതിമാരുണ്ടായിട്ടുണ്ടാവാം. അതൊക്കെ ഒരുപാട് ഈ പറയുന്ന പോലെ ആണുങ്ങളും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്ത് അവർ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഒന്നും ഇല്ലാതായില്ലേ. തീർച്ചയായിട്ടും. ആ ജൂലൈ 30th അല്ലേ അവിടെ ഈ സംഭവം നടക്കുന്നത്. ആ ജൂലൈ 30 എന്ന് പറഞ്ഞൊരു പേര് റെസ്റ്റോറൻറ്റ് അവിടെ ഒരാൾ ഇട്ടിട്ടുണ്ട്, അറിയാവോ? ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നൊരു മനുഷ്യൻ, ആ മനുഷ്യന്റെ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ടു. ആ മനുഷ്യനോട് അവിടുത്തെ പള്ളിക്കാരെല്ലാവരും, സർക്കാരല്ല അവർക്ക് അത് വിട്ടുകൊടുത്തിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പള്ളിക്കാരെല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന് ഒരു ബേക്കറി, ഒരിക്കലും ആ ദുരന്തം മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആ ദുരന്ത ദിനത്തിന്റെ പേരാണ് ആ ബേക്കറി കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ ഒഴിച്ചാൽ ആരെയാണ് നമ്മുടെ നാട് അല്ലെങ്കിൽ ഈ സർക്കാർ രക്ഷിച്ചിട്ടുള്ളത്? ആരവരെ രക്ഷിക്കും പൗർണമി?
പൗർണമി. എന്താണ് പൗർണമിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? 420ഓളം ആൾക്കാരെ മരണപ്പെട്ട കണക്ക് പ്രകാരം, സർക്കാരിന്റെ കണക്ക് പ്രകാരമാണ്. എത്ര പേര്, അതിൽ പലരുടെയും മൃതദേഹങ്ങളുടെ ഭാഗങ്ങളാണ് കിട്ടിയിരുന്നത്. പലയിടത്തുനിന്നും എനിക്ക് തോന്നുന്നു പെരിയാറിൽ നിന്ന് കിട്ടിയത്, അതെ, പലയിടത്തുനിന്നും മൃതദേഹ അവശിഷ്ടങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. പിന്നീട് DNA ചെയ്ത് DNA ഫലം വന്ന് ഇന്ന ആളുകളാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരുന്നു. പിന്നീട് ഒരു 3-4 മാസക്കാലത്തോളം പല ഇടങ്ങളിൽ നിന്നായിട്ട് ഇതുപോലെ മൃതശരീരത്തിന്റെ ഭാഗങ്ങൾ കിട്ടുകയും DNA പരിശോധനകൾ നടത്തുകയും അതിന്റെ അനന്തരം ആ ഫലം വന്ന് ഇന്ന ആളുകളാണെന്ന് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പൊ എന്തായാലും നിലവിലെ ഈ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ. കാണാതായവരുടെ ബന്ധുമിത്രാദികൾ FIR രജിസ്റ്റർ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ആ FIR നോക്കി ഈ കാണാതായവരെ മരണപ്പെട്ടവരുടെ പട്ടിക അല്ലെങ്കിൽ മരിച്ചവരായി കണക്കാക്കിക്കൊണ്ട് അവർക്ക് ബന്ധുമിത്രാദികൾക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ നഷ്ടപരിഹാരവും നൽകണം എന്നുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ശാരിക, ഇതിനെ ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. തീർച്ചയായും ആദ്യമൊന്നും അതിന് സമ്മതിച്ചില്ല. ഈ അടുത്ത ഇടയിലാണ് ഇതിനൊരു ദേശീയ ദുരന്തമായിട്ട്, പ്രകൃതി ദുരന്തമായിട്ട് അവർ പ്രഖ്യാപിച്ചത്. എന്നിട്ട് ഇപ്പൊ എന്താ, അങ്ങനെ പ്രകൃതി ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചില്ലെന്ന് പറഞ്ഞ് കോലാഹലം കാണിച്ച ആൾക്കാർ പ്രകൃതി ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴും യാതൊരു അനക്കവുമില്ലാത്തൊരവസ്ഥ. ഞാനൊന്ന് ചോദിക്കട്ടെ, 14 ജില്ലകളുള്ള കേരളത്തിൽ വയനാട് മാത്രം എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയത്? അല്ലെങ്കിൽ 2018 കൊറോണ പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ആൾക്കാരെ സഹായിക്കത്തുള്ളൂ അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കത്തുള്ളൂ എന്നാണോ പറയുന്നത്? സത്യം പറഞ്ഞാൽ ഇതൊക്കെ വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ആർക്കും സംഭവിക്കാം. വയനാട് മാത്രമല്ല, മലപ്രദേശങ്ങളുള്ളത്. ഇടുക്കിയിലുണ്ട്, കവളപ്പാറയിൽ സംഭവിച്ചത്. അവിടെയും ഇന്നും മണ്ണിനടിയിൽ, പത്തനംതിട്ട ഇന്നും മണ്ണിനടിയിൽ ആൾക്കാർ കിടക്കുന്നു. ഈ പറയുന്ന പോലെ ഞാനൊന്ന് പറയട്ടെ, ആലപ്പുഴക്കാർ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, പ്രകൃതി ദുരന്തങ്ങളുടെ കാര്യങ്ങൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആലപ്പുഴക്കാരെന്നും വെള്ളത്തിനടിയിലാണ്. ആൾക്കാർക്കൊരു കളിയാക്കലോടുകൂടി പറഞ്ഞ കുട്ടനാടുകാരെ, അവർക്ക് എപ്പോഴും എന്ത് വെള്ളപ്പൊക്കം. സത്യമാണ്, അവർ വെള്ളത്തിൽ ജീവിച്ചു വളർന്നുകൊണ്ട് അവർക്ക് വെള്ളപ്പൊക്കം വലിയ വിഷയമൊന്നുമില്ല. പക്ഷെ അവർ ദുരന്തങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ ആ ദുരിതത്തിലാണ് ജനിച്ച് വീഴുന്നത്. അതുകൊണ്ട് അവർക്ക് സഹനശേഷി കൂടുതലാണ്. പക്ഷേ ഇത് പത്തനംതിട്ടയിൽ സംഭവിച്ചപ്പോൾ, റാന്നിയിൽ സംഭവിച്ചപ്പോൾ എന്ത് സംഭവിച്ചോളം? മരണങ്ങൾ സംഭവിച്ചു. അവിടെ ഈ പറയുന്ന പോലെ 2 നില കെട്ടിടങ്ങളും 3 നില കെട്ടിടങ്ങളും മുകളിൽ അപ്പാപ്പന്മാരും അമ്മച്ചിമാരും കുഞ്ഞുങ്ങളും കെട്ടിടത്തിന്റെ മുകളിൽ കയറുന്ന ഹെലികോപ്റ്ററിലാണ് പലരെ രക്ഷിച്ചുകൊണ്ട് പോയത്, ഗർഭിണികൾ അടക്കം രക്ഷിച്ചുകൊണ്ട് പോയത്. അന്ന് അവർ തിരിച്ചറിഞ്ഞു. അന്ന് മാത്രമാണ് അവർക്ക് തിരിച്ചറിയാൻ സാധിച്ചത് കുട്ടനാടുകാർ അല്ലെങ്കിൽ ആലപ്പുഴക്കാർ അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്താണെന്ന്. അന്നും ആരും കുട്ടനാടുകാരോ അല്ലെങ്കിൽ മത്സ്യബന്ധന തൊഴിലാളികളോ ഒന്നും മരിച്ചില്ല, അല്ലെങ്കിൽ കടപ്പുറത്ത് താമസിക്കുന്നവരൊന്നും മരിച്ചിട്ടില്ല. അവരാണ് രക്ഷാപ്രവർത്തകരായി ബോട്ടുമായിട്ട് വന്നത്. അതുപോലുള്ള ദുരന്തങ്ങൾ വന്നാൽ മാത്രമേ നമ്മൾ ഇനിയും പാഠം പഠിക്കുകയുള്ളൂ എന്നാണെങ്കിൽ വളരെ കഷ്ടമാണ്. ഇങ്ങനെയുള്ള സർക്കാരിനെയൊക്കെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഭരണകക്ഷികളെ ജയിപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനമാണ് നമുക്കുള്ളത്? ദുരന്തങ്ങളിൽ നമ്മളോടൊപ്പം നിന്ന്, അതായത് ഫണ്ട് കിട്ടുമ്പോൾ മാത്രമാണോ ഒരു സർക്കാർ നമ്മളോടൊപ്പം നിൽക്കേണ്ടത്? 2018 ദുരന്തം നടക്കുമ്പോൾ ശരിയാണ്, 1850 കോടിയോളം പുറത്തു നിന്നാണ് സർക്കാർ ഫണ്ടിലേക്ക് അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നത്. എന്നാൽ ഇതും അങ്ങനെ തന്നെ പറഞ്ഞത്, ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് എടുത്തോളൂ, കേന്ദ്രത്തോടൊക്കെ പൈസ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിരുന്നാലും ഇവർക്ക് എല്ലാ ദിവസവും 300 രൂപ വീതം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു. എത്രത്തോളം അത് കൊടുത്തിട്ടുണ്ടെന്നോ ഇവർക്ക് കിട്ടിയിട്ടുണ്ടെന്നോ എന്നുള്ളതിനെ പറ്റി ഉള്ള വിവരങ്ങളൊന്നും പിന്നീട് ലഭ്യമായിട്ടൊന്നുമില്ല. അതെ, സത്യത്തിൽ മാധ്യമങ്ങൾ, അതിപ്പോ സോഷ്യൽ മീഡിയ ആവട്ടെ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ആവട്ടെ, ഇപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾക്ക് പോയി ഒരു പബ്ലിക് ഒപ്പീനിയൻ നടക്കേണ്ടത്. കാരണം അവിടുത്തെ ജനങ്ങൾ യഥാർത്ഥ അവസ്ഥ എന്തെന്ന് അറിയണമെങ്കിൽ ദുരന്ത സമയത്തല്ല. ദുരന്ത സമയത്ത് എല്ലാവരും കാണും, അവർക്ക് വസ്ത്രങ്ങൾ കിട്ടും, ബ്രെഡുകൾ കിട്ടും, മണ്ണുകൾ കിട്ടും, കുടിക്കാനുള്ള കിടക്കാനുള്ള ബ്ലാങ്കറ്റ് കിട്ടും, കുടിക്കാനുള്ള വെള്ളം കിട്ടും, എല്ലാം കിട്ടും, എല്ലാം മിനറൽ വാട്ടർ എല്ലാം കിട്ടും. എത്തിച്ചു കൊടുക്കാൻ ആൾക്കാരും കാണും. ഒരു 10, 15, 20 ദിവസത്തേക്ക്, ഒരു മാസത്തേക്ക് ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷേ ഒരു 6 മാസത്തിന് ശേഷം അവർക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ അന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത എല്ലാ മാധ്യമ പ്രവർത്തകരും, അത് വെദർ ഇറ്റ് ഈസ് സാറ്റലൈറ്റ് ഓർ സോഷ്യൽ മീഡിയ, അവിടെ ചെന്ന് ആ ഓരോ വീട്ടിലും അവർ താമസിക്കുന്ന ടെന്റുകളിലാവട്ടെ, വീടുകളില്ല അവിടെ 4 ബന്ധുമിത്രാദികളുടെ അരികിൽ താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടെന്ന്. അതെ, തീർച്ചയായിട്ടും അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കാം അല്ലെങ്കിൽ വില്ലേജ് ഷിപ്പ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എവിടെ പോയി? ആൾക്കാര് വർഷങ്ങളോളം തെരുവിൽ കിടക്കണമെന്നാണോ ഇവർ പറയുന്നത്? എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. മനസാക്ഷി തീരെയില്ലാത്തവരായി മാറുകയാണോ ഭരണകർത്താക്കൾ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത് മാത്രമല്ല, ഇതിപ്പോൾ അവസാനം അവരുടെ ആകെ ഉള്ള പ്രതീക്ഷയായിരുന്നു, അവർ ജീവനോടെ വരുമെന്നുള്ള പ്രതീക്ഷ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല, പക്ഷെ എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ടായിരിക്കാം. മരണാനന്തര ചടങ്ങുകളെങ്കിലും നടത്താൻ വേണ്ടി, ഒരു അന്ത്യകർമ്മം, ആ ആത്മാവിന് നിത്യശാന്തി കിട്ടാനുള്ള കർമ്മങ്ങൾക്കെങ്കിലും കുറച്ച് എന്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ ഉണ്ടാകും. അതുമില്ലാത്ത അവസാനത്തെ വാതിലും അടഞ്ഞുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദുരന്ത വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് വളരെ വളരെ ഖേദകരമായി പോയി. ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ വാക്കുകൾ കൊണ്ട് ആൾക്കാരെ മോഹിപ്പിക്കാതെ, ആശ്വസിപ്പിക്കാതെ, പ്രവൃത്തികൾ കൊണ്ട് ആൾക്കാർക്ക് ആശ്വാസം പകരാൻ സർക്കാർ ശ്രമിക്കുക.